ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിരുന്നു. അത് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തന്നെ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതിന് വേണ്ടി ഞാനൊരു ഉണ്ട വഴുതിനിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വഴുതിനി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനിങ്ങനെ ഫോർക്ക് വെച്ച് കുത്തിക്കൊടുത്ത് അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കണം. അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചും ചെയ്യാം. സ്റ്റൗവിൽ ഇത്രമാത്രം വെന്ത് കിട്ടില്ല. എന്നിട്ട് അതിൻ്റെ തൊലി ഇതുപോലെ പൊളിച്ച് കളയണം. തൊലിയെല്ലാം പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം അതേ ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. ചെറിയ രീതിയിൽ ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കുരുമുളക് പൊടിയിട്ട് കുറച്ച് കൂടിപ്പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് ഇടാവുന്നതാണ്. ഞാൻ എരിവിന് വേണ്ടിയാണ് കൂടുതലിട്ടത്. മുട്ടയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഉടച്ച് വെച്ച വഴുതിനി മുക്കിയെടുക്കുക. 2 സൈഡും ഇതുപോലെ നന്നായി മുക്കിയെടുത്ത് ഇനിയൊരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ തടവി മിക്സ് ചെയ്ത് വെച്ച മുട്ട കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയായി വഴുതിന വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബാക്കി വന്ന മുട്ട അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. ചെറുതായി ഫ്രൈ ആയി വരുമ്പോൾ സൈഡെല്ലാം ഇളക്കി ഇതുപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് മറുവശം വീണ്ടും ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ വഴുതിന ഓംലേറ്റ് റെഡിയായി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. ഇടയ്ക്ക് വഴുതിനൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.